ഹലോ, ഇതെവിടെയാണെന്നറിയോ? തൃശ്ശൂർ നമ്മുടെ കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് പോകണത് കേട്ടോ. ഓണം വെക്കേഷന് വീട്ടിലായിരുന്നു. അപ്പോൾ അതാ അമ്മ, അതുപോലെ ചേച്ചി, മക്കൾ, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതാ കയറുകയാണ്. കയറി കഴിഞ്ഞിട്ട് ഒരുപാട് കാണാൻ കാഴ്ചകളാണ് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉച്ച തിരിഞ്ഞിട്ടൊക്കെയാണ് പോയത് 3 മണിക്ക്. പക്ഷേ അങ്ങനെയൊന്നും പോയാൽ പോരാ, രാവിലെ തന്നെ ഇറങ്ങണം, എന്നാലാണ് നമുക്കവിടെ നടന്നെത്തുള്ളൂ. അത്രയും സ്ഥലങ്ങളുണ്ട് പിള്ളേർക്ക് കളിക്കാനായിക്കോട്ടെ. നമ്മുടെ ലുലു മാൾ പോലെ തന്നെ, എറണാകുളം ലുലുവിൽ പോയവർക്കറിയാം. അതുപോലൊക്കെ തന്നെ അടിപൊളിയാണ്. കുറച്ച് പൈസയും കൊണ്ട് പോയാൽ മതി. അപ്പോൾ സൂപ്പറായിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ വാങ്ങാനും പറ്റും. തുണിയുടെ അവിടെയൊക്കെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ അങ്ങനെ നിന്നൊന്നല്ല. പിള്ളേർക്ക്, ചേച്ചിയുടെ പിള്ളേർക്ക്, മോൾക്കൊക്കെ കുറച്ച് ടീഷർട്ടൊക്കെ എടുത്തു കേട്ടോ. അല്ലാതെ തുണിയുടെ സെക്ഷൻ്റെ അവിടെ നിന്ന് നമ്മളൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് വെച്ചാൽ, ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഈ വീട്ടാവശ്യത്തിനുള്ള പലചരക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ആ ഒരു ഏരിയയാണ് എനിക്ക് ഇതിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇവിടെ ഒരാൾ നിൽക്കണ നിൽപ്പ് കണ്ടോ? എന്താണ്, എന്തോ കണ്ടു, അത് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ്. ഇതാ പിടിച്ച് മാന്തുണ്ട്, ഒരാൾ ഇടഞ്ഞ് പോയിട്ടുണ്ട്. ഒരു തരത്തിലും അടുക്കണില്ല. പിന്നെ നമുക്ക് ഒരു സ്ഥലത്തും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് മാത്രം അതിനെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേച്ചിയുടെ എവിടെയോ അമ്മയുടെ അടുത്തൊക്കെ ആക്കിയിട്ടാണ് എവിടെയെങ്കിലുമൊക്കെ പോവുക. അമ്മാതിരി കുറുമ്പനാണ്. ഒരു സമാധാനം തന്നിട്ടില്ല കേട്ടോ വീടെത്തുന്ന വരെ. അപ്പോൾ ഉണ്ട്, അമ്മേനെ ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അവിടുത്തെ ചേച്ചി. ഓഫറുണ്ട് വാങ്ങാനായിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് ഇരുന്നു. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മൾ തിരിച്ച് വന്നിട്ട് മോയ്സ്ചറൈസറും പിന്നെന്താണ് സൺസ്ക്രീമും അതെന്തെങ്കിലും 2-3 കൂട്ടം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. 2 എടുത്ത ഒരെണ്ണം ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിതാ ഈ 4-5 നിലയൊക്കെ കയറി ഇറങ്ങി നമ്മൾ താഴെ വന്നപ്പോഴേക്കും ആ ഓഫറിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും കഴിഞ്ഞു. അപ്പോൾ അത് വാങ്ങാൻ പറ്റിയില്ല. ഇതാ ഇവിടെ കുറേ രാജസ്ഥാനി വാച്ചൊക്കെ കണ്ടോ? സൂപ്പറല്ലേ കാണാനായിട്ട്. അങ്ങനെ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസും ഉണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ വെറുതെ കാണാം എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഇവരൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ഒന്നും അവിടെ ചെന്ന് വേണം എന്ന് പറയരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രം പോണേന്ന് പറഞ്ഞത്. എന്നാലും നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഈ പലചരക്കും പച്ചക്കറിയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ കാണാത്ത തരത്തിലുള്ള നല്ല നല്ല നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കടയിലൊന്നും കാണാൻ പറ്റാത്ത തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നല്ല വലിയ ഗ്രേപ്സ്, മുന്തിരി, അതുപോലെ പല വെറൈറ്റി ആപ്പിള്, പ്ലം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് ഞാൻ മേടിച്ചു കേട്ടോ. കാരണം അത് നമുക്കിവിടെ അങ്ങനെ ഇവിടുത്തെ കടകളിൽ അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ. ഈ ലുലു കൊല്ലമൊക്കെ പോയാലാണ് ആ വക സാധനങ്ങൾ കാണുള്ളൂ. ഇതൊക്കെ കളിക്കുന്ന പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവൻ കുറേ അതിന് വേണ്ടി വാശി പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഇതിലേലൊന്ന് കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ടിക്കറ്റിൻ്റെ വില കേട്ടപ്പോൾ ബോധം പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. 500 ചില്ലറയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ പോയില്ല. അപ്പോൾ പക്ഷേ കയറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുമല്ല, ഒരുപാട് നേരം വൈകി. ഇതിലൊക്കെ കയറാനായിരുന്നു ആൾക്ക് ആഗ്രഹം. അപ്പം നമ്മൾ വിചാരിച്ചു ആ പൈസ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പിള്ളേരുടെ സന്തോഷം അതൊക്കെയാണല്ലേ. എന്തായാലും തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ പോയത്. അപ്പോൾ ഒന്ന് നേരത്തെ പോയിട്ട് ആ പറഞ്ഞ സംഭവത്തിലൊക്കെ അതിന് ഇരുത്തണം. കാരണം അതുപോലെ വാശിയായിരുന്നു. പിന്നെ ഭയങ്കര ഉപദ്രവമായി, അടിയായി. ചേട്ടനിട്ട് ഒരെണ്ണം കൊടുത്തു, എൻ്റെ കണ്ണിനിട്ട് ഒരെണ്ണം കിട്ടി. നല്ല വേദനയായിരുന്നു. നമ്മളൊരു ഐസ്ക്രീമാണ് അവിടെ നിന്ന് കഴിച്ചത് കേട്ടോ. കഴിച്ചു എന്ന് പറഞ്ഞ സംഭവം എന്നുള്ളത് നമ്മളിതാ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ് എല്ലാവരും കൂടെ കഴിച്ചത്. അപ്പോൾ ഇതിനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിരുത്തിയേക്കണതാണ് കേട്ടോ. ഇതിലൊക്കെ എന്താ കാർഡും പൈസയൊക്കെ ഉണ്ട്. വെറുതെ അതിൽ കിടന്ന് തിരിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഓരോരോ സെക്ഷനിൽ പോകുമ്പോൾ ഒരുപാട് എന്താണ് ഗെയിംസും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് പിള്ളേരുകളൊക്കെ എല്ലാവരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിള്ളേരെ അവിടെ കളിക്കുകയും ചെയ്യാം, ബാക്കിയുള്ളവർക്ക് ഷോപ്പിങ്ങും ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. പക്ഷേ നമ്മളെല്ലാവരും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വെറുതെ കണ്ടിരിക്കുക എന്ന് മാത്രം, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ തിരുവാതിര കളിയൊക്കെ തുടങ്ങി. അതുപോലെ വേറെ പുലികളി, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ,
ഇതൊരു കുഞ്ഞു പാർക്ക് തന്നെ, നല്ല അടിപൊളി സംഭവം. അപ്പോൾ അതിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ അതും കയറ്റിയില്ല അവനെ. മൊത്തത്തിൽ ആൾ ഞങ്ങളോട് അന്ന് ഭയങ്കരമായിട്ട് അടഞ്ഞു. കാരണം അതൊക്കെ തന്നെ, ഇവിടെ ഈ സെക്ഷനിലേക്ക് അവനെ കൊണ്ടുവന്നതാണ് പ്രശ്നമായത് കേട്ടോ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ആളങ്ങനെ നടക്കുമായിരുന്നു, ഓരോ സാധനങ്ങളൊക്കെ കണ്ടും കേട്ടൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ കണ്ടപ്പോഴാണ് ആൾക്ക് ഇളകിയത്. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ബാക്കിയുള്ള പിള്ളേരുകളൊക്കെ അവിടെ കയറുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് നേരം വൈകി. ഈ 3 മണി 3:30 സമയത്ത് വന്നിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ പോകണ നേരം വൈകി, ഇരുട്ടായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിപ്പടഞ്ഞ് ഓരോ ഭാഗങ്ങളിങ്ങനെ കണ്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ പറഞ്ഞ സംഭവം ഇവിടെയാണ് നമുക്ക് ഒരുപാട് കാണാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ ഇവിടെ മാത്രം കയറാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, അവനെ കൊണ്ടുവന്നില്ലെങ്കിൽ കേട്ടോ. അവനെ കൊണ്ടുവന്ന് ജസ്റ്റ് അവിടെ നിന്ന് മുകളിലൊന്ന് കയറ്റി ഗെയിമിൻ്റെ അവിടെയൊക്കെ ഒന്ന് കയറ്റി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം പുള്ളിക്കാരന് ഇപ്പോൾ ഓണപരീക്ഷയിൽ മാർക്ക് കിട്ടിയിട്ട് എല്ലാത്തിലും 50-50 ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടുന്ന് മറ്റേ ഡ്രീം കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ട്രെൻഡൊക്കെ മാറിയല്ലോ. പക്ഷേ ഞാൻ ചെറുതൊരെണ്ണെടുത്തു. പിന്നെ ബാക്കി കുറച്ച് ബേക്കറി അങ്ങനെ കുറച്ച് കണ്ണി കണ്ട സാധനങ്ങളൊക്കെ എടുത്തു, ഫ്രൂട്ട്സ് എടുത്തു. അപ്പോൾ അമ്മ ഒന്നും വാങ്ങാൻ സമ്മതിക്കണില്ല കേട്ടോ. അത് വേണ്ട, ഇത് വേണ്ട, മറ്റേത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഈ ഇറച്ചിയുടെ സംഭവങ്ങളിലൊക്കെ ഇത് മട്ടൻ്റെ കാലമൊക്കെയാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റീസാണ്. എന്തൊക്കെ വേണം, ഏതൊക്കെ ഇറച്ചി വേണം, മട്ടൻ വേണോ, ബീഫ് വേണോ, അതുപോലെ മീനായാലും എല്ലാത്തരം മീൻ, ഉണക്കമീൻ തൊട്ട് പച്ചമീനും, പിന്നെ മസാല പുരട്ടിയത് നേരെ ചെന്നിട്ട് ഫ്രൈ ചെയ്താൽ മതി. ജോലിക്കാർക്കൊക്കെ എളുപ്പമായിരിക്കും. ജസ്റ്റ് എല്ലാ സംഭവങ്ങളും മസാലയൊക്കെ പുരട്ടി വെച്ചതുകൊണ്ട് ഇതുപോലെ പീസാക്കിയിട്ടുള്ള ഇറച്ചിയും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ. അപ്പം നമ്മളിതാ ഇതൊക്കെ കണ്ടുള്ളൂ. നമ്മോട് ചോദിച്ചു ഞാൻ വേണമെന്ന്. ലിവർ കണ്ടോ. അപ്പോൾ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ പിടിച്ച് വലിച്ചു കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. അതൊക്കെ മട്ടനും ബീഫും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. കരൾ ഇത് മസാല പുരട്ടി വെച്ചാണ് സംഭവങ്ങളാണ് കേട്ടോ. നമുക്ക് നേരെ പോയിട്ട് ചട്ടിയിലിട്ട് എണ്ണ ഒഴിച്ച് വറുത്താൽ മതി. വിലയൊക്കെ ഗംഭീരമാണ് കേട്ടോ. അപ്പോൾ ഒരു മുഴുവനോടെയുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ അപ്പോൾ ഇതൊക്കെ കണ്ട് അന്തം വിട്ടിട്ടാണ് മക്കൾ നിൽക്കുന്നത്. ഇവിടെ കുറേ നമ്മുടെ നല്ല ഈത്തപ്പഴങ്ങളും അതുപോലെ സാലഡുകൾ, ഫ്രൂട്ട്സ്, അതുപോലെ അച്ചാറുകൾ, പലതരം അച്ചാറുകൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഓടിച്ചോടിച്ച് കാണിക്കാത്തതുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ തൃശ്ശൂർക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പോവുക. ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് ആൾക്കാരായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമായിരിക്കും ലാസ്റ്റ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ബാക്കിയുള്ള തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാവരും ഓൾറെഡി പോയി കണ്ടതായിരിക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങളിതാ പോപ്കോൺ വാങ്ങി കഴിച്ചിട്ട് പോവാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വണ്ടിക്കാരനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷം. ടാറ്റാ, ബൈ ബൈ.